ഇപ്പോൾ ചിലപ്പം നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസിൽ നമ്മൾ കോൺഫറൻസ് കോളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കോൺഫറൻസ് കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളാണ് ആ ഒരു കോൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു കോൾ കട്ടാക്കുമ്പോൾ കംപ്ലീറ്റ് കോൾ കട്ടാവുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടി വരില്ല. ചിലപ്പം ആ ഒരു കോളിൽ നിന്ന് ഒരാളെ മാത്രം ഡിസ്കണക്ട് ചെയ്യായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കോൺഫറൻസ് കോളിൽ നിന്ന് ഒരാളെ മാത്രമായിട്ട് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ കോൺഫറൻസ് കോൾ ചെയ്യണം. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും കോൺഫറൻസ് കോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഫോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു നമ്പറിലോട്ട് കോൾ ചെയ്യുക. ഞാൻ ഒരു എക്സാമ്പിളിന് ഫസ്റ്റ് ഈ ഒരു നമ്പറിലോട്ടാണ് കോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് രണ്ടാമത് ഒരാളെയും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ആഡ് കോൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ നമ്പറിലോട്ട് വിളിക്കുക. അപ്പം ഞാൻ ഈ ഒരു നമ്പറിലോട്ട് വിളിക്കുകയാണ്. ഇപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മെർജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോൺഫറൻസ് കോൾ ആയിട്ട് മാറുന്നതായിരിക്കും. ഇപ്പം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കോൺഫറൻസ് കോൾ എന്നാണ് എഴുതി കാണിക്കുന്നത്. ഇനി ഈ ഒരു കോൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ കംപ്ലീറ്റ് കോൾ കട്ടാവുന്നതായിരിക്കും. ഇനി ഒരാളെ മാത്രം നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിലുള്ള രണ്ട് കോളേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതിൽ നിന്ന് ഒരാളെ മാത്രം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോളർ ഇതിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുന്നതായിരിക്കും. ഇപ്പം ആ ഒരു കോളർ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പം അത് കോൺഫറൻസ് കോൾ ആയിട്ടല്ല കാണിക്കുന്നത്, ആകെ ഒരു കോളറേ ഇതിൽ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കോൺഫറൻസ് കോളിൽ നിന്ന് ഒരാളെ മാത്രം ഒഴിവാക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.